നമ്മൾ നാട്ടിൽ നിന്ന് രണ്ടെല്ലത്തി ഇവിടുത്തെ ആദ്യത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് നിറച്ച് ഉണ്ടായിരുന്നു. കുഴിച്ചിട്ടിട്ട് പോയ മഞ്ഞളൊക്കെ കിളിച്ച് വന്ന് വാഴയ്ക്ക് കുറച്ചൊരു ക്ഷീണം പോലെ, കുറച്ച് വെള്ളം കൊടുക്കുമ്പോൾ റെഡിയാവും. ചൂടൊക്കെ ഉണ്ടായിരുന്നല്ലേ. സ്ട്രോബെറി ആരും ഇല്ലാത്ത കാരണം ഉണങ്ങിയൊക്കെ പോയി. ഇനി വെള്ളം കൊടുക്കുമ്പോൾ 2 ദിവസം കൊണ്ട് കിളിച്ച് വരും. ആപ്പിൾ എല്ലാം തറയിൽ വീണ് പോയി. ആരും ഇല്ലാത്ത കാരണം എല്ലാം പോയി. ആപ്പിൾ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തവണ കുറവായിരുന്നു, 5-6 ആപ്പിളേ ഉള്ളായിരുന്നു. ഇവിടെ എങ്ങത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ മുന്തിരി അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. സൂപ്പർ മുന്തിരി. അതുകൊണ്ട് ഇന്ന് ദേവിക്ക് വിളമ്പാനും കിട്ടി മുന്തിരിയാണ്. സൂപ്പറായിട്ട് പിടിച്ച് കാണാമല്ലേ. നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോകളൊക്കെ ഒരുപാടുണ്ട്. ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് പിടിച്ച്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഒരു കൊലയാണ് പിടിച്ചത്. ഒരു കൊലയ്ക്ക് പകരം ഇന്ന് 100 കണക്കിന് കൊല പിടിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോകളും മാമി ഒന്നും വിടാതെ പോലും കാണുമെന്ന് പറഞ്ഞാൽ അതിന് മാമിയോട് വളരെ താങ്ക്സ് പറയുന്നു. ടൊമാറ്റോസ് അതെല്ലാം പഴുത്ത് കുറച്ചൊക്കെ തറയിൽ വീണ് പോയി. അതെന്നെ ഞാൻ പിച്ചെടുക്കും. വെള്ളമൊന്നും കൊടുക്കാനില്ലാഞ്ഞതുകൊണ്ടാണ് എല്ലാം ഉണങ്ങിയൊക്കെ പോയത്. ഏതാ കിളിയൊക്കെ എന്താ ഊളനൊക്കെ പിടിച്ച് ഇതാണ്ട് അവിടെയൊക്കെ അതിൻ്റെ പൂടെയൊക്കെ കിടക്കും. പിന്നെ 4 മണി, ഒത്തിരി 4 മണി പൂ വന്ന്. വെള്ളം ഇല്ലാത്തതിൻ്റെ ക്ഷീണം എല്ലാത്തിനും ഉണ്ട്. വേറെ 4 മണി വരുന്നു. പിന്നെ ഫിഗൊക്കെ ഉണങ്ങിപ്പോയി. ആദ്യം പോണതിന് മുമ്പ് 5 കിട്ടിയായിരുന്നു ഫിഗ്. ഇതെല്ലാം ഉണങ്ങി. പ്ലം ട്രീ ഒക്കെ അതേപോലെ തന്നെ നിൽപ്പുണ്ട്. ഇതിലും പൂവൊക്കെ കുഴഞ്ഞ് ചൂട് കൊണ്ട നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ ഡോഗ് ഇപ്പം നമ്മൾ വന്നതായിട്ട് ശരിക്കും എല്ലാത്തിനും വെള്ളത്തിൻ്റെ ക്ഷീണമുണ്ട്. വെള്ളം എല്ലാത്തിൻ്റെ ക്ഷീണമുണ്ട്. ഒലിവിലും കായൊക്കെ നിൽക്കുന്നു. കൊച്ചു ഇങ്ങനെ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള നമ്മളുടെ ഗാർഡൻ്റെ ആദ്യ കാഴ്ചകളാണ്. ഫിഗിന് ഒരുപാട് നിൽക്കുന്നു. പക്ഷേ ഇനി ഉള്ളത് നമുക്കിനി കിട്ടില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങി. ഇവിടെ ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ടുണ്ട്. കിളികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ കിളിയെ ഇതൊക്കെ പിടിച്ചത് കാരണം പേടിച്ചാണെന്നൊന്നും വരാഞ്ഞ. ഒരെണ്ണത്തിൽ മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ കൊണ്ടുവന്നതൊക്കെ ഇന്നലെ തന്നെ നട്ട് കുറച്ചൊക്കെ കറിവേപ്പില, കുരുമുളക്, ചേച്ചി തന്ന മുരിങ്ങയുടെ ഇലയാണ്. അതെന്ന് തന്നെ വെക്കണം. അത് വാടിപ്പോയി. ഇതൊക്കെ നടാനുള്ളതാണ്.
ഉണ്ട്, തെറ്റി. കറിവേപ്പില എല്ലാം ഉണ്ട്. അത് എല്ലാ പ്രാവശ്യവും നമുക്ക് കൊണ്ടുവരുന്നു, പക്ഷേ പിടിച്ച് വരത്തില്ല. ഈ പ്രാവശ്യം കുറച്ചില്ലൊന്ന്. താമരയും കൂടെ കൊണ്ടുവന്നു. കിളിക്കുമോ നോക്കാം. ഇതൊക്കെയാണ് നമ്മളെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഉടനെ അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. മുന്തിരിക്കൊല കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ആപ്പിളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമുക്ക് മുന്തിരി കിട്ടി. അടിപൊളി. നോക്കാം, വാഷ് ചെയ്തില്ല. മധുരമുണ്ട്, ചെറിയൊരു പുളിപ്പുണ്ട്. ഹായ്, നല്ല പയറ്റല്ലോ. നമ്മളെ നാട്ടിൽ നിന്ന് രാത്രി എത്തിയതേ ഉള്ളു. വിളക്ക് വയ്ക്കാൻ, ദേവിക്ക് വിളക്ക് വയ്ക്കാൻ, ഫ്രൂട്ട് വയ്ക്കാൻ നോക്കിയപ്പോഴത്തേ നമുക്ക് മുന്തിരി കിട്ടി. കൊള്ളാലോ. ആ, മോളിൽ കാണിച്ചാനെ. നമ്മളെ ഫ്രണ്ടിലത്തെ അരുളി ഒരുപാട് പൂത്ത് നല്ലോണം പിടിച്ചിരിക്കുന്നു. കാറിനെ കൊണ്ടുപോയി കഴുകാൻ കൊണ്ടുപോവുകയാണ്. 4 ആഴ്ച കൊണ്ട് കാറിങ്ങനെ ഇടയ്ക്കല്ലേ കഴുകാനായിട്ട് കൊണ്ടുപോകണം.